ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വാമ്പയർ ഡിറ്റക്റ്റീവിന്റെ 11th എപ്പിസോഡാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ വാമ്പയേഴ്സിന്റെ ഒക്കെ ഒരു ഫ്ലാഷ് ബാക്കും അതുപോലെ സാനിന്റെയും യൂജിനിന്റെയും ഫ്ലാഷ് ബാക്കൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിന്റെ ആ ഒരു എൻഡിങ്ങിൽ നമ്മൾ കണ്ട പോലെ തന്നെ യോന ഇപ്പോൾ ടേവുവിന് അവളുടെ ബ്ലഡൊക്കെ കൊടുത്ത് അവനെ ഒരു വാമ്പയർ ആക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ പിന്നീട് അവനൊരു വാമ്പയർ ആയിട്ട് എഴുന്നേറ്റിരിക്കുന്ന സമയത്ത് നീ പറഞ്ഞതുപോലെ തന്നെ നിന്നെ ഞാനൊരു വാമ്പയർ ആക്കി മാറ്റിയിട്ടുണ്ടെന്നും ഇനി ഞാൻ പറഞ്ഞതുപോലെ ഞാൻ അന്വേഷിക്കുന്ന ആ ഒരു മ്യങ് എവിടെയാണെന്നും അവൾ ചോദിക്കുമ്പോൾ ആദ്യം നീ യൂജിനെ എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് ടേവു യോനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് എന്താ നടന്നതെന്ന് നമ്മളെ കാണിക്കുന്നില്ലെങ്കിലും അടുത്ത സീനിൽ ടേവു യൂജിനുള്ള ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് അവളെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാമെന്നും ഇവര് നമ്മളൊന്നും വിചാരിച്ച പോലെയല്ലെന്നൊക്കെ യൂജിൻ പറയുമ്പോൾ ഇത് കേട്ടിട്ട് ടേവു ആകട്ടെ ഇവിടെ നിന്ന് അവളെ എങ്ങോട്ടും വിടുന്നില്ലെന്നും നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തു കൂട്ടിയെന്നൊക്കെ പറഞ്ഞ് അവന്റെ കൈ മുറിച്ച് പിന്നീട് അത് ഹീലാവുന്ന കാണിച്ച് അവനൊരു വാമ്പയർ ആയി എന്നുള്ളൊരു കാര്യം ഇപ്പോൾ അവളുടെ മുമ്പിൽ റിവീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇനി മുതൽ നീ എന്റെ ആയിരിക്കുന്നു പറഞ്ഞ് നിന്നെയും ഞാനൊരു വാമ്പയർ ആക്കുമെന്നും അവൻ പറയുമ്പോൾ ഇതൊന്നും കേട്ടിട്ട് ഒന്നും തന്നെ മനസ്സിലാവാതെ നിൽക്കാണ് യൂജിൻ. എന്നിട്ട് അവൻ അവന്റെ ഫീലിങ്സ് ഒക്കെ അവളോട് പറഞ്ഞിട്ട് അവൾക്ക് വേണ്ടിയിട്ടാണ് താനൊരു വാമ്പയർ ആയതെന്നും അവൻ പറയുന്നുണ്ട്. ഇതേ സമയം യൂജിനും ടേവുവിനും എന്ത് പറ്റിയെന്ന് അറിയാണ്ട് ആകെ പേടിച്ചിരിക്കുന്നുണ്ടായിരുന്ന സാനിനെ ഇപ്പോൾ ടേവു വിളിച്ചിട്ട് യൂജിനെ അവർ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണെന്നും എത്രയും വേഗം വന്ന് അവളെ രക്ഷിക്കാനും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവര് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മ്യങ്ങിന്റെ അഡ്രസ്സും അവർക്ക് കൊടുത്തിട്ട് അവനെയും രക്ഷിക്കാനായിട്ട് ഇപ്പൊ സാനിന്റെ അടുത്ത് അവൻ പറയുന്നുണ്ട്. അങ്ങനെ ടേവു ഇപ്പൊ സാനിന് 2 ഓപ്ഷൻസ് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ടേവു യൂജിനെ നോക്കിയിട്ട് ഈ ഒരു 2 ഓപ്ഷൻസിൽ ഏതവൻ സെലക്ട് ചെയ്താലും അവൻ എന്തായാലും മരിക്കുമെന്ന് യൂജിനിന്റെ അടുത്ത് ഇപ്പൊ പറയുന്നുണ്ട്. അവൻ എങ്ങനെ രക്ഷിക്കാൻ പോവുകയാണെങ്കിൽ അവിടെ അവന് വേണ്ട ഒരു ട്രാപ്പ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഇനിയിപ്പോ അവൻ യൂജിനെ രക്ഷിക്കാനായിട്ടാണ് വരണമെങ്കിൽ ടേവു തന്നെ അവനെ കൊല്ലുമെന്നും ഇപ്പൊ അവൻ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് യൂജിനാകട്ടെ നിന്റെ കൈകൊണ്ട് നീ അവനെ കൊല്ലരുതെന്നും ഞാൻ തന്നെ അത് ചെയ്തോളാന്നും അവന്റെ അടുത്ത് പറയാണ്. ഇതേസമയം നമ്മുടെ സാനാകട്ടെ യൂജിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേഗം തന്നെ വളരെ ഹൈ സ്പീഡിൽ അവളുടെ അടുത്തേക്ക് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ എപ്പിസോഡിൽ കണ്ട പോലെ അവൻ ഓടി വന്ന് യൂജിനെ രക്ഷിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ എന്തിനാണ് രക്ഷിക്കാൻ വന്നതെന്ന് അവള് അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല അവൻ അവിടെ വെച്ച് ടേവുവിനെയും മീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി യൂജിനെയും കൊണ്ട് ലിഫ്റ്റിൽ ഇറങ്ങി വരുന്ന സമയത്ത് വീണ്ടും കുറെ ഗാർഡുകളൊക്കെ വന്ന് അവർ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ടേവു യൂജിനെ വിളിച്ചിട്ട് അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട്. അങ്ങനെ പിന്നീട് സാന ഗാർഡുകളായിട്ട് നേരിടുന്ന സമയത്ത് വീണ്ടും ടേവും യൂജിനും കൂടിയിട്ട് ഒരു കാറിൽ വന്നിട്ട് അവൻ അവിടെ നിന്ന് രക്ഷിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ വീണ്ടും നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ട പോലെ തന്നെ അവർ കാറിക്കൂടെ പോകുന്ന സമയത്ത് കാറ് ഒതുക്കാനായിട്ട് യൂജിൻ പറഞ്ഞിട്ട് അവൾ ഓക്കെ അല്ലേന്ന് സാൻ ചോദിച്ച് തിരിയുന്ന പക്ഷം അവള് അവനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്തൊക്കെ യൂജിന്റെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് മാറിയിട്ടുള്ളതായിട്ടും നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതിലൂടെ തന്നെ ടേവു നേരത്തെ പറഞ്ഞതുപോലെ അവൻ അവളെയും ഒരു വാമ്പയർ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടേവുവിന്റെ അടുത്ത് യൂജിൻ തന്നെ അവനെ ഷൂട്ട് ചെയ്യാമെന്ന് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് അവനോട് അപ്പോഴും അത്രയും സ്നേഹവും കെയറിംഗ് ഒക്കെ ഉണ്ടായിരുന്നിട്ടും ടേവുവിന്റെ കൈകൊണ്ട് അവൻ മരിക്കരുത് എന്ന് ആഗ്രഹിച്ചിട്ട് അവൻ അവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ ആ ഒരു കാറ് അവിടെ എക്സ്പ്ലോഷൻ നടന്ന് അവരവിടെ മരിക്കുന്നതായിട്ടും നമ്മളെ കാണിക്കുന്നുണ്ടെങ്കിലും ശരിക്കും അപ്പോഴേക്കും അവർ രണ്ടുപേരും അവരുടെ വാമ്പയർ പവേഴ്സ് എല്ലാം വെച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാൻ അവിടെ കിടന്ന് ബോധം കിടന്ന സമയം അങ്ങനെ കാണിക്കുകയാണെങ്കിൽ നേരത്തെ ടേവ് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കമ്പനിയിൽ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള മ്യങ്ങിനെ അന്വേഷിച്ചിട്ട് ഇപ്പൊ ഹങ്ങും ഒരു ഡിറ്റക്റ്റീവും കൂടി ചെല്ലുന്നുണ്ട്. അങ്ങനെ അവനെ വെച്ചിരിക്കുന്ന ആ ഒരു അഡ്രസ്സിലേക്ക് എത്തുമ്പോൾ അവനുള്ളതായിട്ട് ഇവർ സംശയിക്കുന്ന ഒരു കബേർഡ് ഇവർ തുറക്കുന്ന അതേ സമയം തന്നെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബോംബ് പൊട്ടിത്തെറിച്ച് ഭാഗ്യത്തിന് നമ്മുടെ ഹ്യാങ്ങിന് ഒന്നും പറ്റാതെ അവൻ രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മളെ കാണിക്കുന്നത് ആ ഒരു ഇൻസിഡന്റിന് ശേഷം യൂജിൻ മരിച്ചു എന്ന് വിശ്വസിച്ച് ഹോസ്പിറ്റലിൽ വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ട് ഫുഡ് പോലും കഴിക്കാൻ കൂട്ടാക്കാതെ ഇരിക്കുന്ന സാനിനെയാണ്. ഇതേ സമയത്ത് വാമ്പയറായി മാറിയ യൂജിൻ ആകട്ടെ ഇപ്പൊ ടേവുവിന്റെ ഒരു സെർവന്റിനെ പോലെ അവൻ പറയുന്നതും കേട്ടിട്ട് ഒരു റൂമില് സാമിനെ പറ്റിയിട്ടുള്ള ഓർമ്മകളൊക്കെ ആയിട്ട് അടച്ചിരിക്കേണ്ടി വരികയാണ്. അവരങ്ങനെ പണ്ടത്തെ അവര് രണ്ടുപേരും കൂടി ഷെയർ ചെയ്ത ഓർമ്മകളിലേക്കെല്ലാം പോകും. ഇതൊന്നും സഹിക്കാൻ പറ്റാതെ യൂജിൻ ഒരു ദിവസം ആത്മഹത്യക്ക് സൺലൈറ്റിന്റെ മുമ്പിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ കൃത്യസമയത്ത് യോന അങ്ങോട്ടേക്ക് വന്നിട്ട് അവളെ രക്ഷിച്ചിട്ട് അവളുടെ കഴുത്തിലുള്ള ആ ഒരു പെൻഡന്റ് ഇനി നിനക്ക് വേണ്ടെന്നും പറഞ്ഞ് അത് അവൾ പൊട്ടിച്ച് കളയുന്നുണ്ട്. അങ്ങനെയാണ് ഇതിനു മുമ്പത്തുള്ള സീനുകളിൽ യോനയുടെ കഴുത്തിൽ ആ ഒരു പെൻഡന്റ് വരുന്നത്. ഇതേ സമയം അങ്ങാകട്ടെ പഴയ തന്റെ പോലീസ് ഡ്യൂട്ടിന്നൊക്കെ ഇപ്പൊ റിസൈൻ ചെയ്തിട്ട് സാനിനെയും കൂട്ടിയിട്ട് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ ഏജൻസി തുടങ്ങിയിരിക്കുകയാണ്. സാനിന് ആദ്യം ഇതിനൊന്നും താല്പര്യമില്ലായിരുന്നെങ്കിലും യൂജിൻ എന്തിനാണ് തന്നെ വെടിവെച്ചത്, എന്തിനാണ് അങ്ങനെ അവരൊരു എക്സ്പ്ലോഷനിലൂടെ
മരണപ്പെട്ടത് എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ അവനുള്ളതുകൊണ്ട് ഒരു പക്ഷേ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആവുകയാണെങ്കിൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടുമെന്ന് യങ് പറയുമ്പോൾ ഇങ്ങനെയാണ് അവൻ ഇതിനൊക്കെ സമ്മതിക്കുന്നത്. ഇതേ സമയത്ത് ഇനി പ്രസന്റിലേക്ക് വരുമ്പോൾ തലേ ദിവസം യൂജിൻ അവളെ വിളിച്ച ഒരു ടെലിഫോൺ ബൂത്തിൽ നിന്ന് അവൾ പോയിട്ടുള്ള അതേ ടാക്സിയിൽ ഇപ്പോൾ സാൻ കയറിയിട്ട് അവൾ പോയ അതേ ബിൽഡിംഗിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ കയറി യൂജിനിന് വേണ്ടി അവൻ അന്വേഷിക്കുന്ന സമയത്ത് അവിടെ അവൻ ടേവോനെ കാണുന്നുണ്ട്. ഇനി ഒരിക്കലും നീ യൂജിനെ അന്വേഷിച്ച് വരരുതെന്ന് അവൻ വോൺ ചെയ്തിട്ട് ടേവോ വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ പിന്നീട് വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് ഹ്യങ്ങിന്റെ അടുത്ത് യൂജിൻ ഇപ്പോഴും അലൈവ് ആണ് എന്നുള്ളൊരു കാര്യം സാൻ പറയുമ്പോൾ അത് കേട്ട് ഹ്യങ്ങും വളരെ ഷോക്ക്ഡ് ആയിട്ട് പോവാണ്. അതേ സമയത്ത് തന്നെ ടേവോനെ കാണിക്കുമ്പോൾ ടേവോന്റെ ആൾക്കാരൊക്കെ ഇപ്പോ യോനയുടെ ആ ഒരു എക്സ് ലവർ ആയിട്ടുള്ള ഡോക്ടറും കൂടിയിട്ടായിട്ടുള്ള കങ്ങിനെ നന്നായിട്ട് ഇപ്പൊ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവനെ കൊല്ലരുതെന്ന് യോൻ അവന്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും അത് കേട്ടിട്ട് ഒരു 2 ദിവസം ഞാൻ നിനക്ക് തരാമെന്നും അതിന്റെ ഉള്ളിൽ നമ്മൾ ഫസ്റ്റത്തെ എപ്പിസോഡിൽ കണ്ട പോലെ സാൻ അവരുടെ പെൻ ഡ്രൈവിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ഒരു ഹെൽപ്പേഴ്സ് ലിസ്റ്റ് തന്റെ കയ്യിൽ കൊണ്ട് തരണമെന്ന് ഇപ്പൊ ടേവോക്ക് പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് അങ്ങനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിന്റെ മുമ്പിൽ വെച്ച് യൂസിനെയും ഞാൻ കൊല്ലുമെന്ന് അവനെ വാൺ ചെയ്തിട്ട് യോന അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേസമയം അവരുടെ ഓഫീസിലാകട്ടെ സാനിന്റെയും ഹ്യങ്ങിന്റെയും വൂളിന്റെ അടുത്തേക്ക് ഇപ്പോൾ യോന കയറി വന്നിട്ട് സാനിന്റെ അടുത്ത് ആ ഒരു ഹെൽപ്പേഴ്സ് ലിസ്റ്റ് തന്റെ കയ്യിലേക്ക് തരാനും 1 മണിക്കൂറിനകം അത് അവൻ ചെയ്യുകയാണെങ്കിൽ യൂജിനുമായിട്ട് ഒരു മീറ്റിംഗ് അവളായിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് തരാനും യോന പറയുമ്പോൾ യൂജിനെ കാണാമെന്നുള്ള ഒരൊറ്റ കാര്യത്തിൽ സാൻ അതിന് സമ്മതിക്കുന്നുണ്ട്. ഇതേ സമയത്ത് യോന അവിടെ നിന്ന് ഇറങ്ങുന്നത് വൂള് കാണുന്നുണ്ട്. എന്നിട്ട് അവൾ എന്തിനാണ് ഇവിടേക്ക് കയറിയതെന്ന് വൂള് സാനിന്റെയും ഹ്യങ്ങിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവരാരും ഇവളോട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് സത്യങ്ങളൊന്നും പറയാതെ എന്തൊക്കെയോ മറച്ചു വെക്കേണ്ടെന്ന് വൂളിന് ഫീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവൾക്കാകെ ഇപ്പൊ വിഷമമാണ്. പക്ഷെ എങ്കിലും സാനവരൊക്കെ പറയുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഒരു ഹെൽപ്പേഴ്സ് ലിസ്റ്റിന്റെ കാര്യങ്ങളെല്ലാം അവൾ കമ്പ്യൂട്ടറിൽ നിന്ന് എടുത്തിട്ട് അതെല്ലാം ഇപ്പൊ ഒരു USB ആക്കുന്നുണ്ട്. പക്ഷെ അവരറിയാതെ വൂള് അതിലൊരു ലൊക്കേഷൻ ട്രാക്കർ കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. വൂളിനെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും തന്റെ ചേട്ടന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓനയുടെ ആ ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ച് അവളുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വൂള് ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ശരിക്കത്തെ ഹെൽപ്പർ ലിസ്റ്റിന് പകരം അവൾ അതിൽ വെറും ഒരു പ്രോഗ്രാമിംഗ് മാത്രമായിരുന്നു കയറ്റിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതൊന്നും അറിയാതെ സാൻ നേരെ ആ ഒരു പെൻഡ്രൈവ് കൊണ്ടിട്ട് യോനയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് യൂജിൻ എവിടെയാണ് ഉള്ളതിന്റെ അഡ്രസ്സും അവൾ ധരിച്ചിരുന്ന ആ ഒരു പെൻഡന്റും ഇപ്പൊ യോന തിരിച്ച് സാനിനെ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ അത് കിട്ടിയ പക്ഷം തന്നെ സാൻ അവന് കാറെടുത്ത് നേരെ യൂജിന്റെ ആ ഒരു അഡ്രസ്സിലേക്ക് പോകുന്ന സമയത്ത് യോനയുടെ അടുത്തേക്ക് ടീവു വന്നിട്ട് അവൾ കൊടുത്ത ആ ഒരു പെൻഡ്രൈവ് ചെക്ക് ചെയ്യുമ്പോഴാണ് അതിൽ ശരിക്കും ആ ഒരു ഹെൽപ്പേഴ്സ് ലിസ്റ്റിൽ എന്നുള്ള ഒരു കാര്യം അവര് മനസ്സിലാക്കുന്നത്. ഒരു സമയത്ത് ടീവു അവളോട് ദേഷ്യപ്പെട്ട് അവനയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഒരിക്കത്തെ ഹെൽപ്പേഴ്സ് ലിസ്റ്റ് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവൾക്കും യാതൊരു ഐഡിയയും ഇല്ലാതെ നിൽക്കുമ്പോൾ അവൾ അറിഞ്ഞിട്ടല്ല അതുണ്ടായതെന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ യൂജിനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന ഗാർഡുകളെല്ലാരെയും ഒരാൾ ഇടിച്ചിട്ടു എന്ന് അവൻ ഇൻഫർമേഷൻ കിട്ടിയിട്ട് അവൻ വേഗം തന്നെ യൂജിനിന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് താൻ അവിടെ എത്തിയിട്ട് അവർ ഇടിച്ചിടുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. ഇതേ സമയം ഓഫീസിലാകട്ടെ താൻ ഒറ്റയ്ക്ക് പോയതുകൊണ്ടും ഇവരെ കൂടെ വരാനൊന്നും സമ്മതിക്കാത്ത കാരണം ആകെ ടെൻഷൻ അടിച്ച് അവൻ എന്ത് പറ്റി എങ്ങോട്ട് പോയിന്നറിയാതെ ആകെ പാനിക് ആയിട്ട് ഹങ്ങിരിക്കുന്ന കാണുമ്പോൾ വൂളാകട്ടെ ആ ഒരു USB ഡ്രൈവില് അവൾ GPS ട്രാക്കർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ ലൊക്കേഷനൊക്കെ നോക്കി കണ്ടുപിടിച്ച് അവിടേക്ക് പോകാനായിട്ട് റെഡി ആവാണ്. അതേസമയത്ത് സാനിനെ കാണിക്കുകയാണെങ്കിൽ ഒരു വിധത്തിൽ ആ ഒരു ഹോട്ടൽ റൂമെല്ലാം തുറന്ന് അവൻ ലാസ്റ്റ് യൂജിനെ കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് ആകെ കരഞ്ഞ് തളർന്ന് നിൽക്കായിരുന്ന യൂജിനെ അവൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതിനുശേഷം യൂജിൻ വേഗം തന്നെ സാനിനോട് ഇവിടെ നിന്ന് പോയാലും ടേവു അങ്ങാനും ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നിന്നെ ഇങ്ങനെ കണ്ട പിന്നെ കാര്യങ്ങളൊന്നും ശരിയാവില്ലെന്ന് പറഞ്ഞ് എന്നോട് വേഗം തന്നെ അവിടെ നിന്ന് പോവാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ യൂജിൻ ഇല്ലാതെ ഞാൻ എന്തായാലും ഇവിടുന്ന് ഒറ്റയ്ക്ക് പോവില്ലെന്ന് സാനും പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പെണ്ണെടുത്തിട്ട് അവനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നോക്കുന്ന സമയത്ത് അവന്റെ ചീക്കിൽ ായിട്ട് ഒരു മുറിവ് വന്നിട്ട് അത് തന്നെ താനെ ഹീലാവുന്നതും അവന്റെ ഐസ് എല്ലാം യെല്ലോ ആവുന്നതും കാണുമ്പോൾ അവനും ഒരു വാമ്പയർ ആണെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതേ സമയം തന്നെ വേഗത്തില് ടേവും അവന്റെ ആൾക്കാരും അവിടെ എത്തുന്ന സമയത്ത് ആ ഒരു ഹോട്ടൽ റൂമില് സാനിനെയും യൂസിനെയും ഇല്ലാത്തതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ കാറിൽ വെച്ച് സാനും യൂസിനും കൂടി സംസാരിക്കുമ്പോൾ സാൻ അവളുടെ കൈ വെച്ച് ഇനി ഒരിക്കലും ഒരു സെപ്പറേറ്റഡ് ആവില്ല എന്ന് അവൾക്ക് പ്രോമിസ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് ഫുള്ള് യൂജിന്റെ മുഖത്ത് ആകെ ടെൻഷനും പേടിയും ഒക്കെ നമുക്ക് കാണാം. ഇതേ സമയത്ത് തന്നെ ആ ഒരു GPS ട്രാക്കർ കാണിച്ചിരുന്ന സ്ഥലത്തേക്ക് ഇപ്പൊ ഹ്യങ് എത്തിയിട്ട് അവിടെ സാനിനെ അന്വേഷിക്കുമ്പോൾ ടേബുവിന്റെ ആൾക്കാർ വന്ന് അവിടെ ഹ്യങ്ങിനെ പിടിച്ചുകൊണ്ട് പോവാണ്. അതേ സമയത്ത് താൻ എന്തുകൊണ്ടാണ് അവനെ ഷൂട്ട് ചെയ്തതെന്നും എങ്ങനെയാണ് ഒരു വാമ്പയർ ആയതെന്നും താൻ ചോദിക്കാത്തതുകൊണ്ട് ഇത്രയും ക്യൂരിയസ് ആയി നീ എന്താണ് ഈ കാര്യങ്ങളൊന്നും എന്റെ അടുത്ത് ചോദിക്കാത്തതെന്ന് യൂജിൻ അവന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഒരു രീതിയിലും നീ അൺകംഫർട്ടബിൾ ആവണ്ടെന്ന് വിചാരിച്ചാണ് ഞാനൊന്നും ചോദിക്കാതിരിക്കുന്നതെന്ന് ഇപ്പൊ സാൻ പറയുന്നുണ്ട്. പിന്നീട് അവൻ അവളെയും കൂട്ടിയിട്ട് ഒരു അബാൻഡൻഡ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് വന്നിട്ട് അവിടെ സൺലൈറ്റ് കടക്കാതിരിക്കാനായിട്ടുള്ള എല്ലാ മീൻസും സെറ്റപ്പ് ചെയ്ത് അവിടുത്തെ ജനലുകളും
വിൻഡോസ് എല്ലാം അടച്ച് ഒരു ബ്ലാങ്കറ്റുമായിട്ട് അവളെ കവർ ചെയ്തിട്ട് അത്രയും ശ്രദ്ധിച്ച് സേഫായി തന്നെ അവളെ അവിടേക്ക് ആക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ നമ്മൾ ടീവോനെ കാണിക്കുകയാണെങ്കിൽ അവൻ ആരോടോ യൂജിനെയും സാനിനെയും തന്റെ അടുക്കലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയുന്ന ഒരു സീനോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. അവനങ്ങനെ ലാസ്റ്റ് സംസാരിച്ചത് ആരോടാണെന്ന് നമ്മൾ കാണിക്കുന്നില്ലെങ്കിലും ഫുള്ള് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമുക്ക് ഫീൽ ചെയ്യും. സോ ഗൈസ്, ഇങ്ങനെ നമ്മുടെ വാമ്പയർ ഡിറ്റക്റ്റീവിന്റെ മെയിൻ ഫ്ലാഷ് ബാക്ക് ഒക്കെ നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ കണ്ടതാണ്. ഇനി അടുത്തതായിട്ട് വരുന്ന ഫൈനൽ എപ്പിസോഡിൽ ഇതിന്റെയൊക്കെ എൻഡിങ് എന്താവുമെന്നും യൂജിനും സാനിനും എന്തൊക്കെ പറ്റുമെന്നൊക്കെ നമുക്ക് അറിയാം. സോ അടുത്ത വീഡിയോ വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.